CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാന ചർച്ച എന്ന് പറയുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നതാണ്. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന പേര് അത് പിണറായി വിജയന്റെ തന്നെയാണ്. പിണറായി വിജയൻ തന്നെയാകാനാണോ സാധ്യത കൂടുതൽ? ആ തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു അസ്ഥിരത പ്രകടമാകുന്നുണ്ട്. മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ, അതിൻ്റെ പോര് ശമനമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ്. ഈ 3 നേതാക്കളും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇതിലാര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലിയുള്ള കലാപമാണ് കോൺഗ്രസിൽ നടക്കുന്നത്, ഫ്ലക്സ് യുദ്ധമാണ് നടക്കുന്നത്. പക്ഷേ LDFിൻ്റെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. 2 ടേമിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അതിനു മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നൊരു താല്പര്യം പൊതുവിൽ CPMലും LDFിനുള്ളിലുമുണ്ട്. അതല്ല, അദ്ദേഹം ഒഴിവാകണമെന്നാവശ്യപ്പെടുന്ന അംഗങ്ങളുമുണ്ട്. ഏതായിരുന്നാലും ഇതിൽ പിണറായി വിജയൻ മനസ്സ് തുറക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്നും നാളെയുമായി ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൂടാതെ MV ഗോവിന്ദനും വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഉള്ളവരുടെ വികാരം കൂടി, കേരളവുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും അത്തരമൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായിരുന്നാലും പിണറായി വിജയൻ സർക്കാർ അത് മോശമായിരുന്നില്ല, ഈ ഭരണത്തിൽ അഴിമതി ഉണ്ടായിരുന്നില്ല, അത്തരം ആരോപണങ്ങൾ സർക്കാർ നേരിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും നേരത്തെ ചേർന്നപ്പോൾ ഒരു വികാരം പങ്കുവയ്ക്കപ്പെട്ടത്. അതേസമയം മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ സമീപനം പലപ്പോഴും ശരിയായിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ KN ബാലഗോപാലായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരിക എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു തർക്കം കോൺഗ്രസിൽ തുടരുമ്പോൾ അതിനെ ആ തരത്തിൽ തുറന്നു കാട്ടാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് അസ്ഥിരമാണ്, UDF അസ്ഥിരമാണ്, ലീഗും കോൺഗ്രസും തമ്മിൽ തുടക്കത്തിലെ കല്ലുകടിയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയുന്ന, അതിനെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കണം. അദ്ദേഹം ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹം സ്വയം താല്പര്യപ്പെടുന്നു എന്ന കാര്യം പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ മുമ്പിലുണ്ട്. ഏതായിരുന്നാലും ഒരു പുതിയ നിരയ്ക്ക് രൂപം നൽകുമോ എന്നത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പാർട്ടി സെക്രട്ടറിയെ മാറ്റണമെന്ന ആവശ്യം ഒരു വശത്തു നിന്ന് ഉയരുന്നുണ്ട്. M സ്വരാജിനെ പോലുള്ളവരെ പാർട്ടിയുടെ പ്രധാന മുഖമായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. അവിടെ മേൽഘടകങ്ങളിലുണ്ടായ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരമൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. വിനോദ്, അതുപോലെ തന്നെ ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്നതിൽ CPI എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കില്ല ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവുക? ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നൽകാമെന്ന് CPM സമ്മതിച്ചിട്ടുമുണ്ട്. ഈ CPIയുടെ അഭിപ്രായം കൂടി ഇതിൽ ആരാഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. സ്വാഭാവികമായും ഒരു മുന്നണി മര്യാദ അനുസരിച്ച് തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കും. പക്ഷേ CPM പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചാൽ, അദ്ദേഹം അതിന് സന്നദ്ധനായാൽ, അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്താൻ സ്വയം അദ്ദേഹം സന്നദ്ധനായാൽ തീർച്ചയായും CPIയുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ എടുത്തു പറഞ്ഞത് തന്നെയാണ്, കഴിഞ്ഞ 2 പിണറായി സർക്കാരിനെ കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ഒരു അഴിമതി സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമില്ല, ഭരണം മോശമായിരുന്നു എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപമില്ല എന്ന് തന്നെയാണ് CPMും CPIയും ഉൾപ്പെടെയുള്ള LDFിലെ ഘടകകക്ഷികൾ വിലയിരുത്തുന്നത്. പക്ഷേ ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ അത് പലപ്പോഴും അതിര് കടന്നുപോയി, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി പലപ്പോഴും അവരുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടായി എന്നതാണ് വിലയിരുത്തൽ. അത് ജനങ്ങളിൽ അവമതി ഉണ്ടാക്കി എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്, ഇടതുമുന്നണിയിലെ കക്ഷികൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. അവർ എല്ലാ സീറ്റുകളിലും തോറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും വിലയിരുത്തപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സമീപനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പക്ഷേ അഴിമതി ആരോപണം എന്നത് ഈ 2 സർക്കാരുകളും നേരിട്ടില്ല എന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു നേട്ടമായി തന്നെയാണ് ആ മുന്നണി വിലയിരുത്തുന്നത്. അതേസമയം
ചില നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനങ്ങൾ ശരിയായില്ല എന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി ആ കുറ്റങ്ങളെല്ലാം, അല്ലെങ്കിൽ തനിക്കെതിരെ വന്ന വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ കേട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു. ഏതായിരുന്നാലും അദ്ദേഹം സന്നദ്ധനായാൽ, പാർട്ടി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെ നയിക്കുക പിണറായി വിജയനായിരിക്കും. അനുശ്രീ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.